ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ തടുക്കാൻ കണ്ണവത്ത് കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഒന്നുകൂടി ജനിച്ചു വരേണ്ടി വരും ഈ കേരളത്തിന്റെ മണ്ണിൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാർ ആശുപത്രികളിൽ പൊതിച്ചോർ വിതരണം ചെയ്യരുത് കെ മുരളീധരന്റെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ തിട്ടൂരമായിരുന്നു. ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. വലിയ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു വന്നു. ആ പ്രതിഷേധത്തിന്റെ ഒരു ശബ്ദമാണ് പ്രേക്ഷകർ കേട്ടത്. ഇപ്പോൾ കെ മുരളീധരൻ ചില മാറ്റം വരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേൾക്കാം. ആലപ്പുഴയിൽ കംപ്ലൈന്റ് കിട്ടി, തീരുമാനമെടുത്തു. മറ്റേതെങ്കിലും സ്ഥലത്ത് കംപ്ലൈന്റ് കിട്ടിയാൽ അപ്പോൾ നോക്കാം. ഇപ്പൊ കംപ്ലൈന്റ് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉള്ളതിനൊന്നും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പരാതി കിട്ടിയാൽ മാത്രം നടപടി ചെയ്യും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, തെറ്റുകൾ പറ്റിയാൽ അത് തിരുത്തുമ്പോൾ യു ടേൺ അടിക്കുന്നു എന്ന പ്രചാരണമാണ് നടക്കുന്നത്, വിമർശനമാണ് ഉയർത്തുന്നത്. അത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയാണ് വി.ഡി. സതീശൻ ചോദിച്ചത്. ഇപ്പോഴിതാ കെ മുരളീധരനും യു ടേൺ അടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. അപ്പോഴും അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് അവിടെ നിൽക്കുന്നുണ്ട്. പാടില്ല, അവിടെ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ സേവാഭാരതിയും സ്ഥലം കയ്യേറിയിരിക്കുകയാണ്, പന്തൽ കെട്ടിയിരിക്കുകയാണ്. അത് പൊളിച്ചു മാറ്റാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ പ്രത്യേക സാഹചര്യത്തിൽ എടുത്ത തീരുമാനമാണ്. ആലപ്പുഴയിൽ നിന്ന് മാത്രമാണ് പരാതി വന്നിരിക്കുന്നത്. മറ്റ് ആശുപത്രികളിൽ പരാതി വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ പൊതിച്ചോർ വിതരണം തടയാൻ പോകുന്നില്ല, അവിടെ നടന്നോട്ടെ എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്നു. നല്ലത് തന്നെയാണ്. ഇത് യു ടേൺ ആണോ അതല്ല തിരുത്തലാണോ എന്നൊക്കെ നാട്ടുകാർ തീരുമാനിക്കട്ടെ. പക്ഷേ ഭരണാധികാരികൾ എവിടെയാണ് നിൽക്കേണ്ടത്, ആരോടൊപ്പമാണ് നിൽക്കേണ്ടത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് കെ മുരളീധരൻ. ജനങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ വലിയ വിമർശനം, പരാതികൾ, പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉയർന്നു വരും. അതിൻ്റെ ഒരു തുടക്കം നാം അവിടെ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം പുറകോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയില്ല. ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങാൻ സാധ്യതയില്ല. തടയാൻ വന്നാൽ, പൊതിച്ചോർ വിതരണം തടയാൻ വന്നാൽ ജനങ്ങളെ അണിനിരത്തി നേരിടും. ഒരു പ്രസ്ഥാനം ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തടയാൻ വന്നാൽ അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. ഇന്നിപ്പോൾ വലിയ തോതിലാണ് ജനങ്ങൾ പൊതിച്ചോർ നൽകുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക്. അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. വലിയ ചലനം കെ മുരളീധരന്റെ വാക്കുകൾ താഴെത്തട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാൾക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കുന്നതിനെ എന്തിന് എതിർക്കുന്നു എന്ന ചോദ്യമൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ആ വികാരം കണക്കിലെടുത്താണ് കെ മുരളീധരൻ പിന്മാറിയിരിക്കുന്നത്. അദ്ദേഹം ആലപ്പുഴയിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവിടുത്തെ പ്രശ്നം അവിടുത്തെ സംഘടനകളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം പൊളിച്ചു മാറ്റും, പൊതിച്ചോർ വിതരണം തടയും എന്നൊക്കെ പറഞ്ഞതാണ് പ്രശ്നമായത്. എന്തായാലും കെ മുരളീധരൻ യു ടേൺ അടിച്ചിട്ടുണ്ട്. അത് വി.ഡി. സതീശന്റെ വാക്കിൽ തിരുത്തലോ അല്ലെങ്കിൽ യു ടേണോ എന്ന് വേണമെങ്കിലും ആകാം. തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു നല്ല തുടക്കം എന്ന് പറയുന്നത്. തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക, അതായിരിക്കും നല്ലത്. വാശി പിടിച്ച് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കും. അതാണ് പൊതിച്ചോർ വിതരണത്തിൽ നാം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പിന്മാറേണ്ടിയും വന്നത്.